ജപമാലക്കൂട്ടിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അമ്മ തൻ വിശുദ്ധി നിറയും, അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയെ അണയാമൊന്നു ചേരാം. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. ആഗോള കത്തോലിക്ക സഭ വലിയൊരു വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതെ, നമുക്ക് ഏറെ പ്രിയങ്കരിയായ വിശുദ്ധ ലിസുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ 1873 മുതൽ 1897 വരെ കേവലം 24 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗം സ്വന്തമാക്കിയ വിശുദ്ധ. അതേ പ്രിയരെ, ഒരു ദൈവമാതാവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം വിശുദ്ധ കൊച്ചു ത്രേസ്യ എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ നിന്നൊരു ചിന്ത പങ്കുവെക്കുകയാണ്. 1883 രോഗബാധിതയാൽ വളരെ ക്ഷീണിതയായി കട്ടിലിൽ കിടന്ന് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈ സമയത്ത് തന്റെ മുറിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിജയമാതാവിന്റെ ഒരു രൂപമുണ്ടായിരുന്നു. പെന്തക്കോസ്താ തിരുനാൾ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മമാതാവിന്റെ മുഖത്തു നിന്ന് ഒരു പ്രകാശം കൊച്ചു ത്രേസ്യയിലേക്ക് വന്ന് അടിക്കുകയും തൽക്ഷണം ആ സമയമുണ്ടായിരുന്ന ക്ഷീണം മുഴുവൻ മാറി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് തന്റെ അനുഭവത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയരെ, അമ്മമാതാവിന്റെ മാധ്യസ്ഥം തേടി സ്വർഗം സ്വന്തമാക്കാൻ ദൈവം നമുക്ക് നൽകിയ വലിയൊരു ആത്മീയ ആയുധമാണ് ഈ ജപമാല. ഇത് നമ്മുടെ കരങ്ങളിലെടുത്ത് നമുക്കും ശക്തമായി പ്രാർത്ഥിക്കാം. നാരയ ശക്തികളോട് യുദ്ധം ചെയ്യാൻ, സ്വർഗം സ്വന്തമാക്കാൻ ദൈവം നൽകിയ വലിയ വിലയുള്ള ആയുധം. നമുക്കും ഈ ജപമാല മാസത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി വിശുദ്ധിയാകാൻ തിരഞ്ഞെടുത്ത ആയുധവും ഈ ജപമാലയാണ്. നമുക്കും ഈ ജപമാല മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് സ്വർഗം സ്വന്തമാക്കാൻ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്.